കേസിൽ പ്രോസിക്യൂഷന് വൻ തിരിച്ചടി. രണ്ടാം പ്രതി കട്ടുപൂച്ചനെ വെറുതെ വിട്ടിരിക്കുന്നു. മോഷണക്കേസ് തെളിയിക്കാനായില്ല. ഒന്നാം പ്രതി സന്തോഷ് സെൽവത്തിനെതിരെ ഭവനഭേദനം നിലനിൽക്കും. രഘുനാഥ് നാരായൺ വിവരങ്ങളുമായി ചേരുകയാണ്. രഘു, വലിയ തിരിച്ചടിയാണ് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് ഈ രണ്ടാം പ്രതിയെ വെറുതെ വിടുന്നത്? കേസ് തെളിയിക്കാനേ ആയില്ല എന്നുള്ളതാണോ കോടതിയിൽ നിന്നുള്ള വിവരങ്ങൾ? അക്ഷയ, കഴിഞ്ഞ ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് കുറുവ സംഘം ആലപ്പുഴ ജില്ലയിൽ വിലസിയത്. അർദ്ധനഗ്നരായി മുഖംമൂടി ധരിച്ചെത്തുന്ന സംഘം വീടിന്റെ പിൻവാതിൽ കുത്തി തുറന്ന് അകത്ത് കടന്ന് കവർച്ച നടത്തുന്ന രീതിയായിരുന്നു. തിരുട്ട് ഗ്രാമത്തിൽ നിന്നുള്ള മോഷണ സംഘമാണെന്ന് കണ്ടെത്തുകയും പിന്നാലെ നവംബർ പകുതിയോടെ സന്തോഷ് സെൽവം എന്നുള്ള ഈ സംഘത്തിലെ ഒരാളെ കൊച്ചിയിൽ നിന്ന് പാലത്തിനടിയിൽ നിന്ന് പോലീസ് വളരെ സാഹസികമായി പിടികൂടുകയായിരുന്നു. കാരണം പോലീസ് ഇവർ പൊതുവേ ഈ ആക്രിയൊക്കെ വിൽപ്പന നടത്തുന്നതിൻ്റെ മറവിലായിരുന്നു ഈ മോഷണം നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഈ ആക്രി വിൽക്കുന്ന ഒരു സംഘത്തെ എറണാകുളത്ത് പാലത്തിനടിയിൽ പോലീസ് കണ്ടെത്തുകയും ആലപ്പുഴ പോലീസ് എത്തുന്നത് കണ്ട് ഇയാൾ കായലിലേക്ക് ചാടുകയും അയാളെ സാഹസികമായി പിടികൂടുകയും ചെയ്തിരുന്നു. അയാളാണ് കേസിലെ രണ്ടാം പ്രതി സന്തോഷ് സെൽവൻ. ഇയാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസിലെ ഒന്നാം പ്രതി എന്ന് പോലീസ് കരുതിയ കട്ടുപ്പൂച്ചൻ എന്നുള്ള ഈ സംഘത്തിൻ്റെ നേതാവിനെ തമിഴ്നാട്ടിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. 2 പേർ മാത്രമായിരുന്നു കേസിലെ പ്രതികൾ. മണ്ണഞ്ചേരി പോലീസ് ഇവരെ പ്രതികളാക്കി 3 കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഇതിൻ്റെ വിചാരണയാണ് ആലപ്പുഴ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ പൂർത്തിയായത്. 2 കേസിൻ്റെ വിധിയാണ് കോടതി ഇന്ന് പറഞ്ഞത്. അതിൽ 2 കേസിലും കട്ടുപ്പൂച്ചൻ, ഒന്നാം പ്രതിയായ കട്ടുപ്പൂച്ചനെ കോടതി വെറുതെ വിട്ടു. മതിയായ തെളിവുകളില്ല, മാത്രവുമല്ല തമിഴ്നാട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തപ്പോൾ മതിയായ നടപടിക്രമങ്ങൾ പാലിച്ചില്ല തുടങ്ങിയ കാരണങ്ങൾ കണ്ടെത്തിയാണ് കോടതി ഒന്നാം പ്രതിയെ വെറുതെ വിട്ടത്. രണ്ടാം പ്രതി സന്തോഷ് സെൽവത്തിനെതിരെ ഭവനഭേദനം, അതായത് വീട്ടിൽ അതിക്രമിച്ച് കയറുന്ന വകുപ്പ് നിലനിൽക്കുമെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. അല്പസമയം മുമ്പ് സന്തോഷ് സെൽവത്തിനോട് പ്രതിയോട് താങ്കളെ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നിരപരാധിയാണെന്നും വീട്ടിൽ പ്രായമായ മാതാപിതാക്കളും ഒപ്പം തന്നെ ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടെന്നുള്ള സാധാരണ നിലയിൽ പ്രതികൾ പറയാനുള്ള കാരണങ്ങളാണ് അയാൾ പറഞ്ഞത്. വിധി അല്പസമയത്തിനകം പറയും. എന്തായാലും ഈ കേസിൽ പ്രതികളെ പിടികൂടാനായത് കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടം തന്നെയാണ്. പക്ഷേ ആ പ്രതികൾക്ക് പരമാവധി ശിക്ഷ കോടതിയിൽ നിന്ന് വാങ്ങിക്കൊടുക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെടുകയും ചെയ്തു. രഘുനാഥ് നാരായണനാണ് വിവരങ്ങൾ നൽകുന്നത്.